നമസ്കാരം. അശ്വതി നക്ഷത്രക്കാരുടെ 1200 ആണ്ട് മലയാള വർഷഫലമാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ പൊതുഫലപ്രകാരം മാത്രമാണ്. അതിൽ നിങ്ങൾ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. അല്പം ടെൻഷൻ നിറഞ്ഞ സമയമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പല കാര്യങ്ങളിലും ടെൻഷനുകൾ വന്നു ചേരാനും അത് നിങ്ങളുടെ പല കാര്യങ്ങളെയും ദോഷകരമായി ബാധിക്കാനും സാധ്യതയുണ്ട്. കർമ്മരംഗത്തായിരിക്കും ടെൻഷനുകൾ കൂടുതൽ ഉണ്ടാവുക. തടസ്സങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും അത് അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും എന്ന കാര്യം ഓർക്കണം. അതായത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ അഭിമുഖീകരിക്കാൻ സാധിക്കും എങ്കിലും അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ മനോധൈര്യമാണ് വർദ്ധിക്കുക. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായി പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഏതൊരു കാര്യം വന്നാലും അവയെ നേരിടുവാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാണ്. അല്ലാത്ത പക്ഷം, അതായത് ഏതൊരു കാര്യം ജീവിതത്തിലേക്ക് വന്നു ചേർന്നാലും നിങ്ങൾ പതറിപ്പോകുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ എനിക്കത് സാധിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും തകർച്ചയെ നിങ്ങൾ നേരിടേണ്ടതായി വരും എന്ന് തന്നെ അർത്ഥമാക്കാം. ചിലവുകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചിലവ് അല്പം വർദ്ധിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമായി തന്നെ, ഒരു വർഷമായി തന്നെ പരാമർശിക്കാം. പലപ്പോഴും പല കാര്യങ്ങൾക്കും പണം കയ്യിൽ കിട്ടിയാലും തികയാത്തതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പറയുന്നത് പൊതുഫലപ്രകാരം മാത്രമാകുന്നു. അനാവശ്യമായ ചെലവുകൾ നിങ്ങൾ പരമാവധി കുറയ്ക്കേണ്ടത് അനിവാര്യമാകുന്നു. 100 രൂപ അല്ലേ എന്ന് കരുതി ആ പണം കണ്ടില്ല എന്ന് നടിക്കാതെ ആവശ്യത്തിന് മാത്രം പണം വിനിയോഗിക്കേണ്ടതായ ഒരു വർഷമായി തന്നെ മാറാം. നിക്ഷേപങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭാവിയിലേക്കോ പണം സുരിക്കൂട്ടി വയ്ക്കുന്നത് ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ സിദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. പണം അധികം കയ്യിൽ കരുതാതെ ഇരിക്കുന്നതാണ് ഉത്തമം. അതായത് പല കാര്യങ്ങൾക്കായി ആ പണം മാറ്റിവയ്ക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ മാറ്റങ്ങൾ നൽകും എന്നുള്ളതാണ്. ബന്ധങ്ങളിൽ കലഹങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. എന്നാൽ പരമാവധി ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും വലുതാക്കാൻ നിങ്ങൾ ശ്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പ്രശ്ന പരിഹാരം എപ്രകാരം സംഭവിക്കും എന്ന് ചിന്തിച്ച് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം. പണവുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ അധികമായി സ്വീകരിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ആവശ്യ സമയത്ത് സ്വീകരിക്കാം, എന്നാൽ എപ്പോഴും അത്തരം കാര്യങ്ങൾ പ്രവണത നല്ലതല്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ ആ കാര്യങ്ങൾ തരണം ചെയ്യുവാനുള്ള കാര്യങ്ങൾ, അത്തരം ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര ശുഭകരമാകണം എന്നില്ല. അതായത് പെട്ടെന്ന് തന്നെ വിചാരിക്കുമ്പോഴേക്കും നടക്കണം എന്നില്ല. അതായത് വിദേശത്തേക്കുള്ള യാത്രകൾ, വിദേശത്തേക്കുള്ള പഠനം തുടങ്ങിയ കാര്യങ്ങൾ ശ്രമിച്ച ഉടനെ തന്നെ നടക്കണം എന്നില്ല. ആഗ്രഹിക്കുന്നത് പോലെ പോകുവാൻ സാധിക്കും എങ്കിൽ പോലും അത് പെട്ടെന്ന് നടക്കാത്തതായ സാഹചര്യം നിങ്ങളെ വിഷമിപ്പിച്ചു എന്ന് വരാം. ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായി വരും എന്നുള്ളതാണ്. ഇതിനാൽ അത്തരത്തിൽ പുറത്തേക്ക് പോകുവാൻ ശ്രമിക്കുന്നവർ നിരന്തരമായ പ്രയത്നം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് കാണുവാനായി സാധിക്കുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ സമയത്ത് പല തിരിച്ചടികളും നേരിടേണ്ടതായി വരാം. അതായത് വലിയ പ്രാധാന്യം നൽകാതെ അത്തരം ചില അലക്ഷ്യമായ തീരുമാനങ്ങൾ, ചിന്തകൾ നിങ്ങളെ ദുരിതത്തിലാഴ്ത്തും എന്നുള്ളതാണ്. ചിലപ്പോൾ അവസാന നിമിഷം നിങ്ങൾ വിചാരിച്ചതായ ആ കാര്യം കയ്യെത്തും ദൂരത്തു നിന്നും കൈവിട്ടു പോകുന്ന അവസ്ഥ പോലും വന്ന് ചേരാവുന്നതാണ്. ഇങ്ങനെ കാര്യങ്ങൾ നേരിടേണ്ടതായി വരുന്ന ഒരു സമയം തന്നെയാണ് 1201 ആണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. കാര്യം നടക്കും എങ്കിലും അതിനു മുന്നിൽ ഒരു പരിശ്രമം
കഠിനാധ്വാനം ആവശ്യമായി വരുന്ന ഒരു വർഷമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ആരോഗ്യ കാര്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു സമയമായി പരാമർശിക്കാം. ഞരമ്പുകളുമായി ബന്ധപ്പെട്ട് കാലുമായി സംബന്ധിച്ച് പ്രശ്നങ്ങൾക്ക് ഏറെ സാധ്യതയുള്ള ഒരു വർഷമായി തന്നെ പരാമർശിക്കാം. അവസാനം എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. എങ്കിലും ഇത്തരം ചില പ്രയാസങ്ങൾ അനുഭവിക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു വർഷമായി തന്നെ പരാമർശിക്കാം. കൃത്യമായ ക്രമീകരണം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുന്നതിനും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിനും അത് കാരണമായി തീരും. അസ്വസ്ഥതകൾ നിറഞ്ഞ സമയമായി അത് മാറ്റുകയും ചെയ്യും. അതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുവാൻ പാടുള്ളതല്ല. രോഗം അലട്ടും എങ്കിലും ആരോഗ്യം പതിയെ മെച്ചപ്പെടുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപവാദം, നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ക്രെഡിറ്റ് മറ്റുള്ളവർ തട്ടിയെടുക്കുന്നതായ അവസ്ഥ, അർഹതയില്ലാത്ത വ്യക്തികൾ അത് തട്ടിയെടുക്കുന്നതായ സാഹചര്യം വന്ന് ചേരാവുന്നതാണ്. അതിനാൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തണം. എല്ലാവർക്കുമല്ല ഇത് പൊതുഫലപ്രകാരമായതിനാൽ തന്നെ എല്ലാവർക്കും ഇപ്രകാരം ഉണ്ടാകണം എന്നില്ല. എന്നാൽ ഈ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ്. എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രീതി കുറയുന്നതായ കാര്യങ്ങൾ സമയമാണ് എന്ന് തന്നെ പൊതുവിൽ പറയാം. ഏത് കാര്യം ചെയ്താലും അതിന്റെ നന്മ മറ്റുള്ളവർ തിരിച്ചറിയാത്തതായ ഒരു സാഹചര്യം, അവസ്ഥ നിങ്ങൾക്കിടയിൽ ഉണ്ടായി എന്ന് വരാം. അത്യാവശ്യമായ കാര്യങ്ങളിൽ ചിലപ്പോൾ കാലതാമസം ചില അവസരങ്ങളിൽ നേരിട്ടു എന്ന് വരാം. അനാവശ്യമായ ടെൻഷനുകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുഭവപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. മനസമാധാനം പോലും ലഭിക്കാത്തതായ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉടലെടുത്തു എന്ന് വരാം. പല കാര്യങ്ങളും നിങ്ങൾ ഇത്തരത്തിൽ ഫേസ് ചെയ്യേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. ഏതൊരു കാര്യത്തിലാണ് എങ്കിലും ഒരുപാട് ടെൻഷനുകൾ ചില അവസരങ്ങളിൽ അനുഭവിക്കേണ്ടതായി വരാം. അത്തരം അവസ്ഥയിലൂടെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ചില അവസരങ്ങളിൽ ഉറക്കം നഷ്ടപ്പെടുന്നതായ സാഹചര്യം, പലവിധ ചിന്തകളാൽ ഉറക്കം നഷ്ടപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം എന്നും കാണുവാനായി സാധിക്കുന്നു. ചില സമയങ്ങളിൽ കടം വാങ്ങി മുന്നോട്ട് പോകേണ്ടതായ ഒരു സാധ്യത കാണുവാനായി സാധിച്ചിട്ടുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിച്ച് പണമിടപാടുകൾ ചെയ്യേണ്ടതും പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അനിവാര്യമാണ്. ഒരുപാട് പണമെടുത്ത് പുതു സംരംഭങ്ങൾ ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾക്ക് താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ അത്തരം കാര്യങ്ങൾക്ക് ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നതായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുവാൻ പാടൂ. അതല്ല എങ്കിൽ നിങ്ങൾക്കത് ദോഷമായി ഭവിക്കാം. പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്നതായ ചില സാഹചര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സാമ്പത്തികപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകും. അതായത് ചില അവസരങ്ങളിൽ ധനത്തിന് വളരെയധികം ആവശ്യം വരുന്നതായ സാഹചര്യവും പെട്ടെന്ന് പണം സംഘടിപ്പിക്കാനുള്ള ഒരു വ്യഗ്രതയും നിങ്ങളിൽ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, പറ്റിക്കപ്പെടാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. വിവാഹ കാര്യങ്ങളിൽ ആയാലും ശരിക്കും ആ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് അതിനുശേഷം മാത്രമായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. വളരെയേറെ ശ്രദ്ധ അത്തരം കാര്യങ്ങളിൽ പുലർത്തിയില്ല എങ്കിൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്നുള്ളതാണ്. ഒന്നിൽ കൂടുതൽ തവണ ആലോചിച്ചതിന് ശേഷം മാത്രമാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് എന്നുള്ളതാണ്. മക്കളുള്ളവരാണ് എങ്കിൽ മക്കളുടെ ഉന്നതിക്കായി, സന്താനങ്ങളുടെ ഉന്നതിക്കായി ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നതും ഏറ്റവും ശുഭകരമായി തീരും. ഇന്നേ ദിവസം മുരുകക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും ദർശനം നടത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന്റെ ഗുണം നിങ്ങളുടെ സന്താനങ്ങൾക്ക്, മക്കൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ കടന്നു വരും എങ്കിലും പ്രതീക്ഷിക്കുന്നതായ ചില നേട്ടങ്ങൾ പൂർണ്ണമായും നിങ്ങൾ വിചാരിക്കുന്ന അത്രയും
ലഭിക്കാത്തതായ ഒരു സാഹചര്യവും കടന്നു വന്നു എന്ന് വരാം. എന്നാൽ നിത്യപ്രാർത്ഥന അനിവാര്യമാണ്. നിങ്ങൾ ആ വിശ്വസിക്കുന്നതായ ശക്തിയിൽ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോവുക. കുടുംബ ദേവതയെ ഒരു കാരണവശാലും നിങ്ങൾ മറക്കുവാൻ പാടുള്ളതല്ല. ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഇത്തരം ചില പ്രയാസങ്ങൾ പ്രധാനമായും നേരിടേണ്ടതായി വന്നാലും ഡിസംബറോടുകൂടി കൂടുതലും അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തും. കൂടാതെ ഈ വർഷം പൂർവികമായ സ്വത്ത് അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ ചില കാര്യങ്ങൾ അനുകൂലമായി തീരാനുള്ള സാധ്യതകളും കാണുവാനായി സാധിക്കുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് എപ്പോഴും ശ്രദ്ധ പുലർത്തി മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ദോഷകരമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. ഈ പരാമർശിക്കാനായി പോകുന്നത് ഓരോ മാസവും, മലയാള മാസത്തിലെ ഓരോ മാസവും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ വർഷം സംഭവിക്കും എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ അതേക്കുറിച്ച് മനസ്സിലാക്കാം. ചിങ്ങമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ സമയം ആരോഗ്യ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. ധനം കൈകളിലേക്ക് വന്നു ചേരും എങ്കിൽ പോലും ധനനഷ്ടങ്ങൾ പല കാര്യങ്ങളിലൂടെയും വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണം. അത് അവിചാരിതമായ നഷ്ടമാകാം, പ്രതീക്ഷിക്കാത്തതായ നഷ്ടമാകാം. അതിനാൽ ശ്രദ്ധ പുലർത്തുക. കന്നിമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശത്രുജയം ജീവിതത്തിലേക്ക് വന്നു ചേരുകയും കുടുംബ സൗഖ്യം, സമാധാനം വന്നു ചേരുന്ന ഒരു സമയമായി മാറും. തുലാമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ദൂരയാത്രകൾക്കുള്ള അവസരങ്ങൾ, അന്യദേശവാസം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു മാസമായി പരാമർശിക്കാം. വൃശ്ചിക മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ രോഗസാധ്യത, ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായ ഒരു സാഹചര്യം തുടങ്ങിയ കാര്യങ്ങൾ കാണുന്നു. അപകട സാധ്യത ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങളിൽ ഭയം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന കാര്യവും ഓർക്കണം. ധനുമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ധനം വന്നു ചേരും എങ്കിലും ധനനഷ്ടങ്ങൾ ചില കാര്യങ്ങളാൽ, ചെയ്യുന്ന പ്രവൃത്തികളാലോ ചതിയാലോ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമായി മാറും. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം. വരവിനേക്കാൾ ചെലവ് വന്നു ചേരുന്നതായ അവസ്ഥ, മനസ്സിനെ ചില ദുഃഖകരമായ കാര്യങ്ങൾ, മനസമാധാനം ഈ സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാൽ നഷ്ടമാകുന്ന സാഹചര്യം പോലും വന്നു ചേരാം. മകരമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഉദ്ദിഷ്ടകാര്യസിദ്ധി വന്നു ചേരാം. ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നടക്കുന്നതായ ഒരു സാഹചര്യം കടന്ന് വന്നു എന്ന് വരും. കർമ്മപരമായ പുരോഗതി, പ്രവർത്തന പുരോഗതി തുടങ്ങിയ കാര്യങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. കുംഭമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആരോഗ്യപരമായ പ്രയാസങ്ങൾ അകലുക, ആരോഗ്യം വർദ്ധിക്കുക, ആരോഗ്യപുഷ്ടി ജീവിതത്തിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കുടുംബത്തിൽ പുരോഗതി ദൃശ്യമാകുന്ന ഒരു മാസമായി മാറാം. മീനമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അധിക ചെലവ് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. സ്ഥാനചലനങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക. മേടമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാര്യതടസ്സം, മനോവിഷമം, മനക്ലേശങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളെ തരണം ചെയ്യാൻ സാധിക്കും എങ്കിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. മിഥുനമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ധനപുഷ്ടി വന്നു ചേരാം. കർമ്മ പുരോഗതി ദൃശ്യമാകുന്ന ഒരു മാസമായി മാറും. കീർത്തി കേൾക്കുവാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ചില അതൃപ്തി വന്നു ചേരുക, അമ്മയുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അരിഷ്ടതകൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അമ്മയുടെ വീട്ടുകാരുമായി അല്ലെങ്കിൽ ബന്ധുക്കളുമായി അരിഷ്ടതകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പരിഹാരമായി വിഷ്ണു സഹസ്രനാമ ജപം, ശാസ്താപ്രീതി വരുത്തുക, നീലാഞ്ജന സമർപ്പണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും.
ഇനി പരാമർശിക്കാനായി പോകുന്നത് ഈ വർഷം നിങ്ങൾ ചെയ്യേണ്ടതായ ചില പരിഹാരങ്ങളെ കുറിച്ചാണ്. ഈ കാര്യങ്ങൾ തീർച്ചയായും ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക. ശനി 12 നിൽക്കുന്നതായ ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. അതിനാൽ ശനിയാഴ്ച ദിവസം പിൻവിളക്ക്, ധാര, ശിവക്ഷേത്ര ദർശനം നടത്തി ഈ വഴിപാട് ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. വില്ലുവാർച്ചന നടത്തുന്നതും ഉത്തമം തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ കാര്യം നിങ്ങൾ മുൻകൂട്ടി ഷീട്ടാക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ കാര്യം പ്രത്യേകിച്ചും നിങ്ങൾ ചെയ്യണം. വ്യാഴം 3 നിൽക്കുന്നതിനാൽ തന്നെ മാസത്തിൽ ഒരിക്കൽ നിങ്ങൾ മഞ്ഞപ്പട്ട് സമർപ്പണം അല്ലെങ്കിൽ വിളക്ക് മാല സമർപ്പണം നടത്തുന്നതും ഉത്തമമാണ്. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്തപുഷ്പാർച്ചന ചെയ്യുന്നത് ഉത്തമമാണ്. വെള്ളിയാഴ്ച ദിവസം ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ ചുവന്ന പൂക്കൾ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഫലങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമാണ്. കൂടാതെ നിത്യവും ശ്രീരാമസ്വാമിയെ ഭജിക്കുന്നതും കൂടുതൽ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരും. വിഘ്നേശ്വരന് നാളികേര സമർപ്പണം നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. 5ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതിനാൽ തന്നെ മക്കളുടെ പേരിൽ, അതായത് നിങ്ങളുടെ സന്താനങ്ങളുടെ പേരിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യേണ്ടതും അനിവാര്യമാണ്. കുടുംബക്ഷേത്രത്തിലും നിങ്ങൾ വഴിപാട് നടത്തി മുന്നോട്ട് പോകണം. കാരണം ഏതൊരു പ്രശ്നം നിങ്ങൾക്കുണ്ടാകുമ്പോഴും ആദ്യം രക്ഷയ്ക്കെത്തുക കുടുംബ ദേവതയാണ്. അതിനാൽ കുടുംബ ദേവതയുടെ അനുഗ്രഹം, കടാക്ഷം നിങ്ങൾക്കുണ്ടാകണം. അതിനാൽ ഈ വഴിപാടുകൾ തന്നെ നിങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതായത് സാധിക്കുന്ന വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക. ഈ വർഷം തീർച്ചയായും ഈ കാര്യങ്ങൾ പൊതുഫലപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. അതിനാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ച് നേട്ടങ്ങൾ കൊയ്യുവാനും ഏവരും ശ്രമിക്കണം. പരിഹാരങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.